ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 10ാം ക്ലാസ്സിന് താഴെയുള്ള പ്ലസ് ടുവിന് താഴെ, നമ്മളൊന്നും കുടുംബത്തിൽ അങ്ങനെ പ്ലസ് ടുവിന് താഴെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കേണ്ടതില്ല. ആൺകുട്ടികൾക്ക് അത് അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ഇഷ്ടം കൊണ്ടാണ്. എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഒരു തവണ വന്നിട്ട് 19 വയസ്സുള്ള പെൺകുട്ടി 17 വയസ്സിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് കൺസൾട്ടിങ് വന്നിട്ട് ആ പെൺകുട്ടി പറയണേ, മാതാപിതാക്കളോട് ആ പെൺകുട്ടി മാതാപിതാക്കളെ മുമ്പിൽ വെച്ചിട്ട് മാതാപിതാക്കളോട്, മുസ്ലിംസാണ് അവർ, ചൂടായി ദേഷ്യം പിടിച്ചു. എന്താ പറയുന്നത്? നിങ്ങളാണ് എന്നെ എങ്ങനെ ആക്കിയത്. അപ്പം എന്തേ? നിങ്ങൾ ഫോൺ തന്നുകൊണ്ടാണ് ഞാൻ കേടുവന്നത്, നിങ്ങളാണ് എന്നെ കേടുവരുത്തിയത്. അപ്പോൾ ഈ ഉമ്മയും ബാപ്പയും പറഞ്ഞു, എടി നീ വാശി പിടിച്ചിട്ടല്ല ഞങ്ങൾ ഫോൺ വന്നത്. അതായത് സംഭവിച്ചു തന്നത്, ഈ പെൺകുട്ടി ഫോൺ കൊടുത്തു, അങ്ങനെ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കയറി ചാറ്റ് ചെയ്ത് ഒരുത്തനായിട്ട് പ്രണയമായി. ആ ചങ്ങായി ഈ പെണ്ണിൻ്റെ ശരീരമൊക്കെ ഉപയോഗിച്ചു, എല്ലാ സെലക്ഷൻസും നടന്നു. ഈ പെൺകുട്ടിക്ക് വിർജിനിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു, പ്രശ്നങ്ങളായി. അവസാനം പെൺകുട്ടി ആ ചങ്ങായി ഒഴിവാക്കി പോയി, ഓൻ കിട്ടേണ്ട കിട്ടി, ഓൻ ഒഴിവാക്കി പോയി, ഡിപ്രസ്ഡായി പെൺകുട്ടി. ആ പെൺകുട്ടി ലാസ്റ്റ് ഞരമ്പ് കട്ട് ചെയ്തു, മരിച്ചിട്ടൊന്നുമില്ല, ഞരമ്പ് കട്ട് ചെയ്തു, അത് കൊണ്ടുപോയിട്ട് ശരിയാക്കി. ഇതാണ് കേസ്. എന്നിട്ട് ഈ പെൺകുട്ടി പറയാം, പെൺകുട്ടി അപ്പോഴും ഡിപ്രസ്ഡാണ്, അപ്പോൾ എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാണ്. അപ്പോൾ ഈ മാതാപിതാക്കൾ ചോദിച്ചു, ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നീ വാശി പിടിച്ചുകൊണ്ടല്ലടി ഞങ്ങൾ ഫോൺ വന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മറുപടി, ഇപ്പോൾ ആ പ്രായമുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും മനസ്സിലാക്കണ്ട, മോനെ ബാക്കിൽ നിന്ന് വന്നാലോ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലോ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട്, നല്ല പൈസ കൊടുക്കും എല്ലാവരും, നല്ല പൈസ കൊടുക്കും, കുറേ ഒന്നും വേണ്ട, ഒരു 2000 അങ്ങനെയൊക്കെയുള്ള സംഖ്യകളൊക്കെ. മതവിജ്ഞാന പരിപാടിയില്ലേ സഹോദരങ്ങളെ. ഹോട്ടലിൽ ടിപ്പും കൂടെ 100, 200, 500 കൊടുക്കുന്ന കാര്യം, നല്ല പൈസ കൊടുക്കുകയില്ല. ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു 100, 200, 500 ഒക്കെ നല്ല പൈസ ആവില്ല, നല്ല പൈസ കൊടുക്കണം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ്ടായത്? ഈ പെൺകുട്ടി നീ വാശി പിടിച്ചതുകൊണ്ടല്ലേ തന്നത്. അപ്പോൾ ഈ പെൺകുട്ടിൻ്റെ മറുപടി അതാണ്, $100 മില്യൺ ക്വസ്റ്റ്യനാ കുട്ടി ചോദിച്ചത്. എന്താണെന്നറിയോ? 17 വയസ്സുള്ള പക്വത ഇല്ലാത്ത പ്രായത്തിൽ ഞാൻ വാശി പിടിച്ചപ്പോൾ അന്ന് കുറെ പ്രായമുള്ള നിങ്ങൾ പക്വത ഉണ്ടായ ആ പക്വത കാണിക്കേണ്ടിയിരുന്നില്ലേ? ഇന്നെ പോലൊരു കുട്ടിക്ക് ഫോൺ കിട്ടിയാൽ അത് വഴി തെറ്റൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? ഈ പെൺകുട്ടി ചോദിക്കുകയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിച്ച് ഈ ചോദ്യം നാളെ നമ്മുടെ കൂടെ നമ്മളോട് ചോദിക്കും, ഓൻ വാശി പിടിച്ചിട്ട് ഫോൺ കൊടുത്താണെന്നാ ഉത്തരായോ? പിന്നെ ചില ഉമ്മമാർ വാപ്പാർ പറയുന്നത്, എല്ലാ കുട്ടികൾക്കും ഫോണുണ്ട്, എൻ്റെ കുട്ടിക്ക് മാത്രമല്ല, അപ്പോൾ മോശമല്ലേ? മോശമില്ല, തെറ്റാണെങ്കിൽ 100 ആൾ ചെയ്താലും നിങ്ങൾ കുട്ടികൾ കൊടുക്കേണ്ടതില്ല. ഇനി 100 ആൾ ചെയ്തിട്ടില്ല, ശരിയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ കൊടുക്കും വേണം. 100 മറ്റാൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, മറ്റവരെന്ത് വിചാരിക്കും എന്നുള്ളതല്ല, ഖാലിഖായ റബ്ബ് എന്ത് വിചാരിക്കും എന്നുള്ളതാണ് വിഷയം. പിന്നെ വേറൊരു കാരണം പറയുന്നത്, ഇപ്പോഴും കാരണം പറയുന്നുണ്ട്, കൊറോണ വന്നപ്പോൾ കുട്ടി ഫോൺ അഡിക്റ്റഡ് ആയതാണെന്ന്. കൊറോണ പോയിട്ട് ഇവിടെ 2-3 കൊല്ലായി. ഇപ്പോഴും പാവപ്പെട്ട കൊറോണയെ കുറ്റം പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത്. ആ കൊറോണ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ആ ഫോൺ ബിബിഞ്ചിയുടെ സ്നേഹത്തോടെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കുട്ടി പഠനത്തിൽ പിന്നാക്കം പോകും, ആ കുട്ടി സ്വഭാവത്തിൽ ബിഹേവിയറൽ ഡിസോർഡർ വരും, ആ കുട്ടി ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ വരും, ചിലപ്പോൾ മറ്റുള്ള ഡിസോർഡറുകൾ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം വരും. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് കുട്ടി പോകും, ഡ്രഗ് അഡിക്ഷനിലേക്ക് കുട്ടി പോകും. ഇങ്ങനെ പോകുന്ന കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയം നിങ്ങളുടെ ഫോൺ കൊടുക്കാം, കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മക്കൾക്ക് ഒരു ജസ്റ്റ് നോക്കാനൊക്കെ വേണ്ടി നിങ്ങളുടെ ഫോൺ അല്പസമയത്തേക്ക് കൊടുക്കാം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം അല്പസമയത്തേക്ക് കൊടുക്കാം. കുറച്ചൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എങ്ങനെ നോക്കിയിട്ട് കൊണ്ടുവച്ചോട്ടെ, കുഴപ്പമില്ല. സമയം വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം. മക്കളോട് സ്നേഹമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി പെൺകുട്ടികൾ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന അബദ്ധം കൂടെ ഞാൻ പറയട്ടെ, അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ തന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ അവർക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉള്ളവർക്കറിയാം അതിൽ എത്രമാത്രം വഴിതെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഈ പെൺകുട്ടികൾ ഒരു കൗതുകത്തിന് വേണ്ടി, ഒരു തമാശക്ക് വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടിയാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നത്. അല്ലാതെ വേറെ ദുരുദ്ദേശം ഒരു ആണിന്റെ കൂടെ ചാടി പോകണം എന്ന ചിന്തയോടുകൂടെ അല്ല. അപ്പൊ ഇവർ ഈ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്ത് ചിലപ്പോൾ ഒരു കൂട്ടുകാരി പറഞ്ഞു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞു കൊടുത്തതായിരിക്കും. എടി ഇങ്ങനെ എടുത്തു നോക്കി, നല്ല രസമായിരിക്കും, എടി ഇങ്ങനെ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കാം, നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ പ്രൊഫൈൽ ഉണ്ടാക്കി. അപ്പോൾ എന്താണ്, ജുമാന ജാസ്മിൻ എന്ന് പേരിട്ട്, ഇവിടെ പേരതാണ് ജുമാന ജാസ്മിൻ. അപ്പോൾ ജുമാന ജാസ്മിൻ പേരൊക്കെ ഇട്ട് കണ്ടപ്പോൾ തന്നെ ഈ നെർവ് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാരില്ലേ, ആരാ നെർവ് ഡിസോർഡറുള്ള ആൾക്കാർ ആരാണ്? ഞരമ്പ് കംപ്ലൈൻ്റ് ഉള്ള ഞരമ്പ് രോഗത്തിൻ്റെ ആൾക്കാരെ, അതാണ് നെർവ് ഡിസോർഡർ. അപ്പോൾ ഞരമ്പിൻ്റെ രോഗമുള്ള ആൾക്കാരെ കാത്തിരിക്കുക പെൺകുട്ടിൻ്റെ പ്രൊഫൈൽ കാണാൻ. അപ്പോഴത്തേക്കും ഹായ്, ഈ പെൺകുട്ടിക്ക് ആദ്യമായി ഹായ് കിട്ടിയപ്പോൾ ഭയങ്കര വല്ലാത്ത സന്തോഷം. എടി എനിക്കൊരാൾ ഹായ് അയച്ചെടി എന്ന് പറഞ്ഞിട്ട് മൊത്തം ഇവരെ കൂട്ടുകാരില്ലേ അവരുണ്ടാക്കാൻ പറഞ്ഞ് അയാളോട് പറഞ്ഞു, എടി ഹായ്, എടി നീ തിരിച്ച് ഹായ് വിട്ടു, ഞാനും അങ്ങനെ ഹായ് വിടാറുണ്ട്.
അങ്ങനെ 10 ഹായ് വിട്ടപ്പോൾ പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റിംഗ് ആയി. പിന്നെ എന്താ ഇവർ കമ്പനിയായി, വെറുതെ ഒരു കമ്പനി, ഏതോ ആലപ്പുഴയുള്ള അല്ലെങ്കിൽ ഏതോ കോഴിക്കോട് മലപ്പുറത്ത് കണ്ണൂരുള്ള ഏതോ ഒരുത്തൻ, ആ ഒരുത്തനായിട്ട് പെൺകുട്ടി ചാറ്റായി. അവസാനം വാട്സപ്പിലൂടെ ഉമ്മാൻ്റെ ഫോണിൽ അവർ കാണാതെ ചാറ്റിംഗ് ആയി. പിന്നെ ചാറ്റിംഗ് മൂത്ത് അവസാനം ഇന്നത്തെ കാമുകിമാരോട് ചെയ്യുന്ന വലിയൊരു സേവനമുണ്ട്. മാഷാ അല്ലാഹ്, അത് അഭിനന്ദിക്കാതെ വയ്യ. ഇന്നത്തെ കാമുകന്മാർ വല്ലാത്ത അപ്ഡേറ്റഡ് ആണ് ഒരു വിഷയത്തിൽ. അവർ സ്വന്തമായിട്ട് കാമുകിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ പറയണ്ടേ. പണ്ട് സ്വന്തം ഉമ്മാൻ്റെ ഫോൺ തന്നെ ഉപയോഗിച്ച് ഉമ്മാനെ കാണാതെ ഉമ്മാൻ്റെ ഫോൺ കിട്ടാൻ കാത്തിരിക്കണം ചാറ്റ് ചെയ്യാൻ. ഇന്നും അൽഹംദുലില്ലാ ആ ഒരു ഇടങ്ങേറ് നമ്മുടെ കാമുകിമാർക്കില്ല. കാമുകൻ തന്നെ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും എല്ലാം വന്നിട്ട് ഒരു ഫോൺ കൊടുക്കും. ഉമ്മ കാണാതെ ഇത് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് കാമുകിൻ്റെ ഉത്തരവാദിത്വം. പക്ഷെ ഏതെങ്കിലും ഒരു ഉമ്മ ആ റൂം നന്നാക്കുമ്പോൾ ആ ഫോൺ എങ്ങനെയെങ്കിലും കാണും. അന്നാണ് അത് വെളിച്ചത്താവുക. നമ്മൾ ഈ 100 കണക്കിന് കേസ് കണ്ടിട്ടാണ് ഈ പറയുന്നത്. 100 കണക്കിന് കേസ് കൈകാര്യം ചെയ്തിട്ടാണ് ഈ പറയുന്നത്. എവിടെ ഊഹാപോഹം കേട്ടിട്ട് പറയുന്നതല്ല. ഇത്രയും കേസുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കേസ്, സാറേ പ്രണയമാണെന്ന് പറയും. അപ്പം ഞാൻ ഉടനെ ചോദിക്കും, മുത്തുനബിനോടാണോ ചോദിക്കും. മുത്തുനബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിനോട് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എനിക്ക് ദ്വാരപ്പിക്കാനാണ്. റസൂലുള്ളാഹിനോട് പ്രണയമുള്ള ഒരാളുണ്ടെങ്കിൽ ദ്വാരപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് വേഗം കൊണ്ട് എനിക്ക് ദ്വാരപ്പിക്കാൻ. അല്ല സാറേ ഒരു ചങ്ങായിനോടാണ്. അതാണ് അത് ഇഷ്ടം പോലെയാണ്. എന്നിട്ട് എന്താ ഈ പെൺകുട്ടി, ഞാൻ പറഞ്ഞു വന്നവരെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, പെൺകുട്ടികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി ചില മാതാപിതാക്കൾ വിചാരിക്കുകയാണെന്ന് അത് ഇന്നത്തെ കാലത്ത് ഒരു സാറാണ് ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിച്ചാൽ ഇപ്പം എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. അഥവാ ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ എടുത്തിനായിട്ട് കമ്പനി ആയാലും കുറ്റം പറയരുത്. അവൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് കറങ്ങാൻ പോയി, ബേക്കൽ ഫോട്ടോ ഒക്കെ ഒന്ന് കാണാൻ പോയി, അവിടെ തീരത്തൊക്കെ ഒന്ന് ഇരുന്നാലും കുറ്റം പറഞ്ഞേക്കരുത്. ഇനി കണ്ണൂർ പൈതൽമല റിസോർട്ടിൽ ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിച്ച് എന്തെങ്കിലും ചെയ്താലും കുറ്റം പറയരുത്. അതൊക്കെ ഒരു ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു ഭാഗമല്ലേ. ഇനി അവസാനം ട്രോഫി സമ്മാനമായി കിട്ടിയാലും ഒന്നും കുറ്റം പറഞ്ഞേക്കരുത്. ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുക. ഏതായാലും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുക. ഒരു കാറ് ഉമ്മാടെ വക കാറ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വാങ്ങാൻ വേണ്ടി കാമുകന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് കാറ് കൊടുക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടാ. അല്ലെങ്കിൽ ഇതിന്റെ വാതിലടക്കണം. ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാളെ തെറ്റ് ചെയ്യരുത് എന്ന് മാത്രമല്ല ഇസ്ലാം പറയാം, തെറ്റിലേക്ക് പോകാനുള്ള വാതിലും അടക്കും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ലാ തഖ്റബു സിന എന്നല്ല ഇസ്ലാം പറഞ്ഞത് ഖുർആനിൽ. ലാ തഖ്റബു സിന എന്താ അർത്ഥം? നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, അടുക്കരുത്. യു പ്ലീസ് ഡോണ്ട് നിയർ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്കുള്ള ഒന്നാമത്തെ വഴി വിഷ്വൽ സ്റ്റിമുലേഷൻ ആണ് എന്ന് സെക്സ് തെറാപ്പിസ്റ്റുകൾ, സെക്സോളജിസ്റ്റുകൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാം പെണ്ണുങ്ങളോട് മറച്ചു നടക്കാൻ പറഞ്ഞത്? ഭയങ്കര ഈ എന്താ പറയാ പെണ്ണുങ്ങളുടെ വാദം എന്നൊക്കെ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്നില്ലേ, ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അങ്ങനെയാണെന്ന് പറയുന്നില്ലേ. അതിന്റെ ബാക്കിലൊരു സയൻസ് ഉണ്ട്. അതെന്താ? ഇവിടെ ഇരിക്കുന്ന ഏതൊരാണിനും മനസ്സിലാവുന്നത്, ഒരാണിന് ഒരു പെണ്ണിനോ കാണുമ്പോഴാണ് പലതും തോന്നുക. ആണോ അല്ലേ? പറ. ഇനി വല്ല മുത്തുമുനായിട്ട് ഇരിക്കല്ലേ, സമ്മതിക്ക്. എനിക്കതൊന്നും അറിയില്ല, ഞാൻ വേറെ ദിക്കറൊക്കെ ചൊല്ലിയിരിക്കുക. പിന്നെ അത് ഹക്കല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാർ, സ്വന്തം ഭാര്യയുള്ള ഒരാളുള്ള കുറേ ആൾക്കാർ, അല്ലാത്തൊരു കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഒരു പെണ്ണ് ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ഡ്രസ്സ് ധരിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോയാൽ ആ കാണുന്ന ആണിൽ ഹോർമോൺ ആക്റ്റീവ് ആവില്ലേ? അത് സയൻസ് അല്ല. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, മതമുള്ളവൻ ഇല്ലാത്തവൻ, കറുപ്പ് വെളുപ്പ്, നീണ്ടത്, പ്രായം കുറവ് വരും, ആ കണക്കുണ്ടോ? ഒരു കണക്കുമില്ല. ഏതൊരു പണി പർദ്ദയാണെങ്കിൽ പോലും ടൈറ്റ് ഫിറ്റ് വസ്ത്രം ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്ന, അത് നോക്കുന്ന ആണുങ്ങളോട് കുറേ ഉണ്ട്. നെർവ് കംപ്ലൈൻറ്റുള്ള ഡോക്ടർമാർ ആൾക്കാരെന്ന് പറഞ്ഞില്ലേ, ആ ആൾക്കാർ നോക്കുമ്പോൾ എന്താ അവിടെ ഹോർമോൺ ആക്റ്റീവ് ആവും. ഹോർമോൺ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ? വെൻ വാല്യൂസ് വേഴ്സസ് ഹോർമോൺസ്, ഹോർമോൺ വിൻസ് തിയറിയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ ഹോർമോൺ ആക്റ്റീവ് ആയാൽ അയാളുടെ ആ സമയത്ത് അയാളുടെ വാല്യൂസ് വർക്ക് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അഖലും ഷഹ്വത്തും ഒരേ സമയത്ത് നിലനിൽക്കില്ല എന്നർത്ഥം. അഖലുണ്ടെങ്കിൽ ഷഹ്വത്ത് ഉണ്ടാവില്ല, ഷഹ്വത്തുണ്ടെങ്കിൽ അഖലുണ്ടാവില്ല. അതാണ് പറഞ്ഞത്. ഒരാൾക്ക് ഹോർമോൺ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് അയാളുടെ ഷഹ്വത്താണ് വർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് ശരി, തെറ്റ്, ഹലാല്, ഹറാമ്, പാടുള്ളത്, പാടില്ലാത്തത്, ഈ ചിന്ത ഒന്നും വർക്ക് ചെയ്യില്ല. തെറ്റ് സംഭവിക്കും, ചിലപ്പോൾ കെട്ടിപ്പിടുത്തായിരിക്കും, ചിലപ്പോൾ മറ്റ് റേപ്പ് ചെയ്യലായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഇയാളുടെ ശഹ്വത്ത് അടങ്ങും. അന്നേരം ഇയാൾക്ക് പഠിച്ചവനെ ഞാൻ ചെയ്ത് തെറ്റാണല്ലോ എന്ന അക്കല് ആ സമയത്ത് വരും. കുറേ തെറ്റ് ചെയ്ത ആൾക്കാണെങ്കിലോ ആ സമയത്തും അക്കല് വരില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് നിസ്സാരമായ വിഷയമല്ല. അപ്പോൾ നമ്മുടെ മക്കളെ ഈ എന്താ പറയുക പ്രണയത്തിൻ്റെ കമ്പോളത്തിൽ മേയാൻ വിടുന്നതിന് പകരം അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ പെൺകുട്ടികളുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കുന്ന മക്കളെ നിങ്ങൾക്ക് ഈ സമയം കറക്റ്റ് അവർ ബോധ്യപ്പെടുത്താൻ അവർക്ക് പ്രശ്നമില്ല. നമ്മുടെ മക്കൾ ഒരാളെ പ്രണയിക്കാൻ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരല്ല. അങ്ങനെ നിങ്ങൾ അവരെക്കുറിച്ചും വിചാരിക്കരുത്. അവർക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഒരു അബദ്ധത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ച് ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഹുബ്ബുക ശൈഅ യുഅമി വയുസൈം എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരു വസ്തുവിനോട് പ്രണയം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ
നിങ്ങൾ അന്ധനുമാകും ബധിരനുമാകും. ബാപ്പ പറഞ്ഞാൽ കേൾക്കൂല, ഖാദിയാർ പറഞ്ഞാലും കേൾക്കൂല, ചിലപ്പോൾ തങ്ങൾ പറഞ്ഞാലും കേൾക്കൂല. വാക്കിന് അഫറുള്ള തങ്ങന്മാരും ഉസ്താമാരോ പറഞ്ഞാൽ ഫലം ഉണ്ടായിന്ന് വരാം. സാധാരണ രീതിയിൽ പറഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കൂല. അതിനപ്പുറത്ത് പ്രണയം. ബാപ്പ ബോധം കെട്ടുകൊണ്ടാലും എനിക്ക് ഓൻ്റെ കൂടെ പോകണമെന്ന് പറയും. ഉമ്മ അവിടെ സ്ട്രോക്കായി വീണ് കിടന്നാലും ശരി എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറയും. 3 മക്കളുണ്ടെങ്കിലും മക്കളുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ കാരണം? ചാറ്റിങ്ങിന് മാരകമായ പ്രശ്നമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ പുതിയ കാലത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്ന് അലുമിനി ഗ്രൂപ്പുകളാണ്. അലുമിനി ഗ്രൂപ്പുകൾ അലുമിനി എന്നൊക്കെ പറയാം ഇംഗ്ലീഷിൽ. അലുമിനി ഗ്രൂപ്പുകൾ ഇതിന് 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച ഡിഗ്രീൻ്റെ ഒക്കെ അലുമിനി ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ. ഈ അലുമിനി ഗ്രൂപ്പിൽ 1998-ലും 2004-ലും 2010-ലൊക്കെ SSLC കഴിഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇപ്പോഴാണ് ഗ്രൂപ്പൊക്കെ തട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ആ പണ്ടത്തെ പിന്നെ ഒരു ചങ്ങാതിൻ്റെ ഓൻ്റെ പേര് പിന്നെ എന്താണ് സ്വാലിഹ് എന്ന് അവൻ്റെ പേര്. അപ്പോൾ അവന് 10ാം ക്ലാസ്സിൽ 10 C ക്ലാസ് ഓർമ്മ വരുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക പിന്നെ ജാസ്മിൻ ഓർമ്മ വരിക. ജാസ്മിൻ ഗ്രൂപ്പ് വരുമ്പോൾ ഗ്രൂപ്പിൽ ജാസ്മിൻ ഉണ്ടാവുമല്ലോ. ജാസ്മിന് പിന്നെ അന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു അന്നത്തെ പ്രണയാതുരമായ മനസ്സ് ഓർമ്മ വരും. അപ്പോൾ ജാസ്മിനും തന്നെ ചിലപ്പോൾ ഒരു ഓർമ്മ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവന് ജാസ്മിൻ്റെ നമ്പർ ഇങ്ങനെ കുറേ നോക്കി, എത്രയായിട്ടും ജാസ്മിൻ്റെ പേര് അതിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കുട്ടിൻ്റെ പേരൊക്കെ ഇതില്ല, അതിൻ്റെ DP നെയിമൊക്കെ വെക്കുക, അത് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം അർദ്ധരാത്രി 11:45 ഒരു ചാറ്റ്, അറിയുമോ എന്നൊരു ചോദ്യം. അപ്പോൾ ഇവനിങ്ങനെ നോക്കിയപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്തോ ഒരു ജയെന്നൊക്കെ കാണാനുണ്ട്. ജാസ്മിനല്ലേ എന്ന് വെച്ചു. അപ്പോൾ ആ പെണ്ണ് നീ എന്നെ ഓർമ്മയാണ്, ഞാൻ വിചാരിച്ചു നീയൊക്കെ എന്നെ എന്നോ മറന്നുപോയി. അപ്പോൾ ഇയാൾ പറയാം നിന്നൊക്കെ എങ്ങനെ മറക്കാൻ, ആ സുന്ദരമായ ദിനങ്ങൾ. അങ്ങനെ പ്രണയം പറ വീണ്ടും മൊട്ടല്ല ഇടുന്നത്, വേറെ പലതും ഇടുന്നത്. അങ്ങനെ പ്രണയം വീണ്ടും പൊട്ടി വിടർന്ന് പടർന്ന് പന്തലിച്ച് പിന്നെ ഭാര്യ ഇയാൾ കല്യാണം കഴിച്ച് കുട്ടിയെ കണ്ടപ്പോഴത്തേക്കും ഭാര്യ ഇയാളങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു കാമ സുരനായിട്ടുള്ളൊരവസ്ഥയിലേക്കൊക്കെ മാറുന്നുണ്ട്. എന്തൊക്കെ പ്രത്യേകിച്ച് ഒരു ചെത്തിപ്പൊളിച്ച് പോകലും പിന്നെ സ്കൂളിലെ മീറ്റിങ്ങിന് ഉണ്ടാവില്ല ഈ അലുമിനി മീറ്റ്, അതിന് പോകുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഭാര്യനെ കൊണ്ടുപോകാതെ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സെറ്റപ്പൊക്കെ കാണുമ്പോൾ പുള്ളിക്കാർക്ക് വേഗം മനസ്സിലാവും. പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക കൈ കൊടുത്തിട്ടുണ്ട്. ആണുങ്ങളുടെ ഇങ്ങനെ എല്ലാ തെറ്റുകളും അവർ കണ്ടുപിടിക്കും. അള്ളാഹു താല കഴിവ് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അമീൻ 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 അമീൻ. അത് ആമീൻ പറയണം. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആണുങ്ങൾക്ക്, സാറേ അവളിത് കണ്ടുപിടിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം അവർക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല സാറേ, എന്നിട്ടും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ചാറ്റിങ് അവൾ കണ്ടുപിടിച്ചു. അള്ളാഹു താല കഴിവ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇവിടെ നിന്നല്ലോ തരികിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ചാറ്റിങ് അവിടെ, എന്നിട്ട് ജാസ്മിനെ കാണാൻ പോയി. ഈ പൊട്ടനെ ചിന്തിച്ചോട്ടെ, ഇവന് 35 വയസ്സായി, ജാസ്മിന് 35 വയസ്സുണ്ടാവില്ലേ, ഇവൻ അന്നത്തെ 15 വയസ്സിൻ്റെ രൂപ മനസ്സ് വെച്ചിട്ടായി പോകുന്നു. ജാസ്മിൻ 18 വയസ്സിലെ കുട്ടീൻ്റെ ഇപ്പോൾ ഓൻ്റെ ഒരു എന്താ പറയുക കാമുകൻ വീണ്ടും ജനിക്കൽ. എന്നിട്ട് നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒന്നിച്ചിരിക്കണം എന്നൊക്കെ പറയാം ജാസ്മിൻ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വല്ല അലുമിനി മീറ്റ് ഉണ്ടെങ്കിൽ അതിന് പോവുക, തിരിച്ചു പോരുക, ഹലാസ്. ചാറ്റിങ്ങും ഗ്രൂപ്പായിട്ട് ആണും പെണ്ണും ഒന്നിച്ച് അതിൽ വരണ്ട. അവിടെ ലിബറലിസം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ചാറ്റിങ്ങിനൊരു മാജിക്കൽ പവർ ഉണ്ട്. അതെന്താന്ന് പറയുന്നത്, ഒരാൾക്ക് സംസാരം കുറവാണ്. സംസാരം കുറവുള്ള ആൾക്കാരുണ്ടാവില്ല, ആണുങ്ങളുടെ കൂട്ടത്തിലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലും. പക്ഷേ അവർക്കും ചാറ്റ് ചെയ്യാം. സംസാരിക്കാൻ ധൈര്യക്കുറവുള്ള ആള്, കുറച്ചൊരു പേടി ചമ്മലൊക്കെ ഉള്ള ആൾക്ക് ചാറ്റ് ചെയ്യാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇട്ടാൽ പോരെ, നേരിട്ട് കാണുന്ന പോലും ഇല്ലല്ലോ. അപ്പോൾ സംസാരിക്കാൻ മടിയും ചമ്മലും കുറവുള്ള ആളും സുന്ദരമായി ചാറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഒരാളും കുറേ ചാറ്റ് ചെയ്താൽ അത് ജാതി മതത്തിൻ്റെ ഒരു വ്യത്യാസമില്ല, അവർ തമ്മിൽ പ്രത്യേക റിലേഷൻ രൂപപ്പെടും. ആ റിലേഷൻ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ഹോർമോൺ ആക്റ്റീവാണ്. അവിടെ തന്നെ ഈ ഫെറോമോൺ, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ അടക്കമുള്ള 2-3 ഹോർമോണുകൾ വർക്ക് ചെയ്യും. പിന്നെ അവിടെ അക്കൽ വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. അല്ലെങ്കിൽ ഈ പെണ്ണിന് കുറച്ച് തിക്തമായ മോശപ്പെട്ട ഇവൻ എന്നെ ഉപയോഗിക്കാനാണ് എന്ന് മനസ്സിലായാൽ മാത്രം. എത്ര കേസാണ് എൻ്റെ അടുത്ത് വന്നതെന്നറിയോ, ഇങ്ങനെ അലുമിനി ഗ്രൂപ്പിൽ ബന്ധപ്പെട്ട്. എല്ലാ അലുമിനി ഗ്രൂപ്പ് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു, ആണും പെണ്ണും മിക്സഡ് അലുമിനി ഗ്രൂപ്പ് വേണ്ട. അങ്ങനെയുള്ളൊരു ലിബറലിസം നമുക്ക് വേണ്ട. അതിനൊരാൾ നമ്മളെ കളിയാക്കിക്കോട്ടെ മോനെ, അത് മുത്തുനബിക്ക് പൊരുത്തില്ല മോനെ, അത് നിനക്ക് ഇനി കളിയാക്കി പ്രശ്നമൊന്നുമില്ലടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. നമ്മളൊക്കെ പഠിച്ചതാ. ഞാൻ പഠിച്ച ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഞാനില്ല. അതിൻ്റെ ഒരു മെയിൻ ഒരു ഗ്രൂപ്പുണ്ട്, 5 ആൾക്കാർ മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട്, സ്റ്റിയറിംഗ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തെങ്കിലും പ്രധാന ചർച്ച ഉണ്ടാവും അതിന് ഞാനുണ്ടാവും, അല്ലാതെ ഗ്രൂപ്പിൽ ഞാനില്ല. എൻ്റെ ഭാര്യ പഠിച്ച ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പിൽ എൻ്റെ ഭാര്യ ഇല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഒരു ഗ്രൂപ്പ്. കാരണം ഇതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത് കമ്പനിയായി, ഭർത്താവ് ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ അവിടെ ഇവിടേക്കാർ, ഇങ്ങനെ പോയിട്ട് 2 ആൾ ഒന്നിച്ച് ചേർന്ന് ഹോട്ടലിൽ റൂം എടുക്കുന്നു, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക് രാത്രി പോകുന്നു, നാട്ടുകാർ പിടികൂടുന്നു. എത്ര കേസാണ് നടന്നത്. അപ്പോൾ ആ വാതിൽ തന്നെ അടക്കാൻ വേണ്ടി ആണും പെണ്ണും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുടുംബ ഗ്രൂപ്പാണ്. കുടുംബ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ കാണൽ ഹലാലുള്ളവരും ഹറാമുള്ളവരും ഉണ്ടാകും, ഇല്ലേ?
ഇതിനൊക്കെ നിയമമല്ലേ? കസിൻ ബ്രദറിന് കസിൻ സിസ്റ്ററിനെ കാണാൻ പറ്റുമോ ഇസ്ലാമിക നിയമപ്രകാരം? പറ്റില്ല. ഞാൻ അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓന് പിന്നെ ഇസ്ലാമിന്റെ നിയമപ്രകാരം ജീവിക്കണം നിർബന്ധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. നോ കമ്പൽഷൻ. ഇസ്ലാം നിർബന്ധമൊന്നുമില്ല. ഒരാൾ ഇസ്ലാമായിട്ട് ജീവിക്കണം ഒരു നിർബന്ധമില്ല. ഇസ്ലാമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ മുത്തറസൂൽ പറഞ്ഞ എല്ലാം കേൾക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ അപകടം ആലോചിച്ച് നോക്കി. ചില കാര്യങ്ങളൊക്കെ റസൂലുള്ള പറഞ്ഞ് കേൾക്കുക, ചിലതൊക്കെ എൻ്റെ സൗകര്യപ്രകാരം ഞാൻ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താ? ചിലത് മുത്തറസൂലുള്ള പറഞ്ഞതാണ് ഓക്കെ, ചിലത് അത് റസൂലുള്ള പറഞ്ഞത് മാറ്റി വെച്ചിട്ട് എൻ്റെ സൗകര്യത്തിന് ഞാൻ ചെയ്യുക. എന്തൊരു പൊട്ടത്തരാണത്! അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ ചില കുടുംബത്തിലൊക്കെ ഇപ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം. കല്യാണം നടക്കുമ്പോൾ നമുക്ക് ഈ മഹല് നല്ല മഹലത്. ഇതിൻ്റെ മഹലിൻ്റെ പേര് ചെരുമ്പ എന്നാണ് ഇതിൻ്റെ പേര്. അതല്ല ഇപ്പുറത്തെ അതിൻ്റെ പേര് പെരിയാട്ടെടുക്കും എന്ന് പറഞ്ഞപ്പോൾ എവിടെ സ്ഥലം? അത് വേറെ ചെരുമ്പ അല്ലേ? ചെരുമ്പ. ഇവിടുത്തെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. ചില സ്ഥലത്ത് ഞാൻ 1/3 ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയണം ആയിക്കോട്ടെ സാർ ഞങ്ങൾ 1/3 കഴിക്കും. അതെങ്ങനെയാന്ന് ചോദിച്ചു. ചെമ്പിൻ്റെ 1/3. ചെമ്പിൻ്റെ 1 ചെമ്പില്ലേ ചോറ് വെക്കുന്ന എല്ലാവർക്കും കൂടെ ഉള്ള ചെമ്പ് 8 ആൾക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ 1/3 ഇവൻ തന്നെ കഴിച്ചാൽ 3 ആൾ ഭക്ഷണം പോയില്ലേ? ചെമ്പിൻ്റെ 1/3. ഇനി ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ എത്രമാത്രം ഇത്തരം ടീച്ചിങ്സിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച തന്നെ പൊതുവെ കുറവാണ്. ഇത്തരം വിഷയങ്ങൾ എല്ലാവരും ചോദിക്കും ഇബാദത്തിന്റെ ലദ്ദത്ത് കിട്ടാത്ത എന്താണെന്ന്. അതിൻ്റെ ഒരു കാരണം വയറ് നിറഞ്ഞതാണ്. നിറഞ്ഞ വയറ് കൊണ്ട് ഇബാദത്ത് എടുത്താൽ ഇബാദത്തിൽ ഫോക്കസ് ഉണ്ടാവില്ല. പള്ള ഒരു മസ്തായിട്ടുണ്ടാവുക. ആണോ അല്ലേ? പറ. ഇബാദത്തിന്റെ ലദ്ദത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ വയറിൽ 1/3 ഭക്ഷണം 1/3 വെള്ളം ബാക്കി ഒഴിച്ചിടണം. ആ പ്രോസസ്സിങ് യൂണിറ്റ് ആയിട്ട് ആ 1/3 അവിടെ ഒഴിച്ചിടണം. എന്നാലേ അതവിടെ നടക്കുള്ളൂ. ഇത് ലദ്ദത്തിൽ ഇബാദത്ത് കിട്ടും. ഇബാദത്തിന്റെ ടേസ്റ്റ്, ഇബാദത്തിന്റെ രുചി അത് കിട്ടുകയും വേണം. ഭക്ഷണം കുറക്കാനായിട്ട് കഴിയുകയില്ല. രണ്ടും കൂടെ നടക്കൂല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ ആക്രാന്തത്തിൻ്റെ ഒരു ഉദാഹരണം. അല്ലാഹു നമുക്ക് മാറാനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കേട്ടാൽ പോരട്ടോ. ഞാൻ നിങ്ങളൊക്കെ മാറണം. ഞാൻ വലിയ തികഞ്ഞ ആളായിട്ട് നിങ്ങളോട് പറയല്ല. പിന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ പറയാതെ മാത്രം. നമ്മളൊക്കെ മാറണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ നിസ്കരിക്കാനുണ്ട്, ഭക്ഷണം അവിടെ റെഡിയാണ്. ആദ്യം ഏതാ നിർവഹിക്കേണ്ടത്? ഖള ആവാനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ചർച്ച ഒന്നുമില്ല. ഖള ആവാനായിട്ടൊന്നുമില്ല, ടൈമൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ഏതാ? ഭക്ഷണം കഴിക്കണം അല്ലേ? അല്ലേ? എങ്ങനെ വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഓക്കെ. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അല്ലേ? അല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടല്ല, ആക്രാന്തം കൊണ്ടാണ്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തെളിവ് പറയും. അല്ലാതെ വെറുതെ ആരും ഇങ്ങനെ സമ്മതിക്കേണ്ട. ബോധ്യപ്പെട്ട മാത്രം സമ്മതിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവിടെ ആദ്യം ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ മുത്തുനബി പറഞ്ഞതുപോലെ 1/3 കഴിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവിടെ റസൂലുള്ള പറഞ്ഞു എന്ന് എനിക്ക് അനുകൂലമായതുകൊണ്ട് അത് മാത്രം എടുത്തു. പക്ഷെ അതിന്റെ കൈഫിയത്തിലേക്ക് പോയില്ല. അതിന്റെ കൈഫിയത്ത് എന്താണ്? സുൽസുല്ലി ത്വാം, സുൽസുല്ലി ഷറാബ്, അതാണ് കൈഫിയത്ത്. ആ കൈഫിയത്തിലേക്ക് പോയില്ല. അപ്പൊ കൈഫിയത്തും കൂടെ, കൈഫിയത്ത് പറഞ്ഞാൽ അതിന്റെ ഹൗ പാർട്ട്, അതിനാണ് കൈഫിയത്ത് എന്ന് പറയാം. ഇംഗ്ലീഷിന് ഹൗ പാർട്ട് എന്ന് അതിന് പറയാം. കൈഫിയത്ത്. ഈ കൈഫിയത്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അതും കൂടെ കറക്റ്റ് ചെയ്യുമായിരുന്ന ആളാണ് ഞാനെങ്കിൽ പറയാം മുത്തുനബി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതർവൈസ് ഇറ്റ്സ് ഔട്ട് ഓഫ് എന്താണ് അതിന് പറയാ? ആക്രാന്തം, ഗ്രീഡ് എന്ന് പറയാം. ഗ്രീഡി എന്ന് പറയാം. ആക്രാന്തം കൊണ്ട് ചെയ്തതാണ്. എന്നിട്ട് വള്ളൊക്കെ ഫുള്ളാക്കിയിട്ട് പറയുന്നത് മുത്തുനബി പറഞ്ഞുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. ദുഷ്ടൻ. ആര് ദുഷ്ടൻ? ആര്? നിങ്ങൾ ഞാനും തന്നെ. ആരാണോ അങ്ങനെ കഴിച്ചത് അയാൾ വേറൊരാളെ കുറിച്ചല്ലത് പറയുന്നത്. ഈ കഥാപാത്രം ഞാൻ നിങ്ങളുമാണ് എന്ന് തിരിച്ചറിയണം. ഇനി വേറൊരു രസം പറയാം. ഇടക്ക് ഒരു ക്ലാസ് അല്ലെങ്കിൽ പ്രസംഗം കേട്ടിട്ട് നമ്മൾ നന്നാവാതിരിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഉപകാരം ചെയ്യും. നമ്മളെന്താ മാറാത്തത്? എത്ര വയത് ഇപ്പം 40 വയസ്സുള്ള ആൾക്കാർ ഒരു 18 വയസ്സ് മുതലെങ്കിൽ വയത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് 12 കൊല്ലം വയത് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വയത് വെച്ച് കൂട്ടിക്കോ. ഈ മലയിൽ മാത്രമല്ല ഒരുപാട് വയതുണ്ടാവില്ല. എത്ര വയത് നമ്മൾ കേട്ട് എന്നാൽ അതിനനുസരിച്ചൊക്കെ നമ്മൾ നന്നായോ? ഇല്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഭൗതികമായ പൈസ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് 10,000 രൂപ ഫീസ് വെച്ചാൽ നമ്മൾ കോഴിക്കോട് കണ്ണൂർ പോയിട്ട് പറ്റണേ ഓടി ചെല്ലും. ദുനിയാവ് ഒരു വിലയില്ലാത്ത അതിനടുത്ത് പൈസ ഉണ്ടാക്കേണ്ടതല്ല, പൈസ ഉണ്ടാക്കിയോ, ഹൈറായ വഴിയിലുണ്ടാക്കുക, ഹൈറായ വഴിയിൽ ചെലവഴിക്കാം. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് കേട്ടാൽ എങ്ങനെ സമ്പന്നനാവാം? ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി 25,000 10,000 കൊടുത്തിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് ക്ലാസ് കേൾക്കും. അത് നമുക്കറിയുന്ന ചില കാര്യങ്ങൾ കോട്ടൊക്കെ ഇട്ട് ഒരു ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക മോഡലിൽ ഒരു സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് പറയുന്ന പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ഉണ്ടാവും എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല.
പിന്നെ എല്ലാവരും കൂടെ അങ്ങ് ഇരുന്നപ്പോൾ ഞാനെന്തൊക്കെ ആണെന്നുള്ള ചോന്നലൊക്കെ വന്നിട്ടുണ്ട്. അതന്നെ കഴിഞ്ഞ് ഖലാസ്. ഇനി അടുത്ത ക്ലാസ്സിൽ വന്നാൽ അതിൻ്റെ ബാക്കി കിട്ടും. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് നടന്നോട്ടെ. ട്രെയിനിങ് ക്ലാസ്സുകൾ ഞാനും എടുക്കാറുണ്ട്. പക്ഷെ ഹാഷ് ബോഷ് പരിപാടികളെ കൊണ്ട് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് കാലാകാലത്തേക്കുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നത് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ 10,000 രൂപയുടെ ക്ലാസ്സിന് നമ്മൾ പോകും. ഇവിടെ പറയുന്ന ക്ലാസ് എന്ത്? ഇവിടെ ഉസ്താദന്മാരെ വാദം എന്തിനെ കുറിച്ചാണ്? കാലാകാലവും നിലനിൽക്കുന്ന ആഖിറം എന്ന് പറയുന്ന വലിയ ഒരു മേഖലയിൽ വിജയത്തെക്കുറിച്ചാണ് ഇവിടെ ഫ്രീ ആയിട്ട് ക്ലാസ് കിട്ടുന്നത്. അത് മഹല്ല് കമ്മിറ്റി ചെലവെടുത്തിട്ട് ഒരു പൈസ നയാ പൈസ ഇവിടെ വരുന്ന പറഞ്ഞിട്ട് 1000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടി ഇവിടെ ഉണ്ടാവില്ല. ഈ വാതിൽ വരുന്ന കുട്ടികളില്ലേ 1000 കൊണ്ടുവരെന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അത്രമാത്രം അള്ളാഹു നമുക്ക് ചെയ്തൊരു നിയമത്താണിത്. ഈ ലോകത്ത് നിങ്ങൾ പറ, ലോകത്തെ പരമപ്രധാനമായ ഇൽമ ഏതാണ്? അള്ളാന്റെ ഖുർആനല്ലേ? അല്ലേ? പിന്നെ മുത്തറസൂലുള്ളാഹിന്റെ ഹദീസല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കയ്യിൽ കിട്ടുകയാണ്. എന്നിട്ട് അത് പഠിക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ പറഞ്ഞില്ല, എന്തോ ഒരു സംഗതി ഇങ്ങനെ കോട്ടിങ് കാണിച്ച് അതിന് ഭയങ്കര വില കൊടുത്ത് പോവാ. നമ്മൾ അവിടുന്ന് തുടങ്ങുന്നുണ്ട് നമ്മുടെ അധപ്പതനം ശരിക്കും. എൻ്റെ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ശൈലിയിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി ചർച്ച ചെയ്തു. അപ്പോൾ 3-ൽ 1 ആയോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാവുക? 3-ൽ 1 ആയോ എന്ന് അറിയേണ്ട, അതെന്താ മാർഗം? ഇനിയും വേണം എന്ന് തോന്നുമ്പോൾ നിർത്തുക എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. ഇനി ഒരാളിങ്ങനെ കുറച്ച് കഴിഞ്ഞ് വിശപ്പ് മാറാൻ എത്ര ഭക്ഷണം കഴിക്കണം? നിങ്ങൾ പറഞ്ഞേ 2-3 ഉരുള പോരെ? വിശപ്പ് മാറാൻ അതുപോലെ. ആ കത്തലുണ്ടല്ലോ, കത്തലെടുക്കാന്നൊക്കെ പറയും. ഇവിടെ കത്തലെടുക്കാന്ന് പറയാം. വിശപ്പ് മാറാൻ അത് മതി. ബാക്കി പിന്നെ എക്സ്ട്രാ കൊടുക്കുന്ന വിശപ്പ് മാറിയാൽ നിർത്തുക, ഇനിയും വേണം എന്ന് തോന്നുമ്പോൾ നിർത്തുക എന്നതാണ് അതിന് പരിഹാരം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ സയൻസ് പറയാം. ഇത് നിസ്സാരമായ വിഷയം. ഇസ്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ടാവും, അതേപോലെ ഒരു ഭൗതികമായ ഒരു ഹെൽത്ത് ആയിട്ടുള്ള ഒരു റീസൺ അതിന് മേഖലയുണ്ടാവും. ഒരാൾ ലോഡ് കംപ്ലീറ്റ് ലോഡാക്കി കഴിഞ്ഞാൽ അയാളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓവർലോഡഡ് ആണ്. അയാളുടെ ദഹന പ്രക്രിയ ഓവർലോഡഡ് ആണ്. ആ ദഹന പ്രക്രിയക്ക് ഓവർ എനർജി എടുക്കുന്നത് കൊണ്ട് അയാളുടെ ശരീരത്തിന്റെ അപ്പോൾ നടക്കേണ്ട മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫങ്ഷൻ എനർജി അയാൾക്ക് കുറയും. അതുകൊണ്ട് ആ സമയത്ത് വായിച്ചാൽ ഉറക്കം വരും. ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവും, കറക്റ്റ് പോയിന്റുകളൊന്നും വരില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ജോലി ചെയ്യുകയാണെങ്കിൽ ഫോക്കസ് അയാൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒന്ന് ഭക്ഷണം ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് നോക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദേഹത്തോടുള്ള പോരാട്ടത്തിൽ കുറേ നമുക്ക് വിജയിക്കാൻ പറ്റും. നിസ്സാരമായ വിഷയമല്ല അത്. ഒരുപാട് രോഗങ്ങൾ, നിങ്ങൾ ഇത് കുറെ വിശദീകരിക്കേണ്ട കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ ഒരു ലിറ്റർ കൊള്ളുന്ന ഒരു മിക്സി അതുപോലെ തന്നെ മറ്റേ കുക്കറിൽ നിങ്ങൾ 2 ലിറ്റർ ഇട്ട് അടങ്ങി വെച്ചിട്ട് അതിങ്ങനെ ആക്കി ആ സാധനം അടിച്ചു പോകുന്നത് അല്ലേ? അങ്ങനല്ലേ? ഡീസൽ ഒഴിക്കേണ്ട കാറിൽ നിങ്ങൾ പെട്രോൾ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? അതിന്റെ എഞ്ചിൻ ഖറാബ് ഹോ ജായേഗാ, മുഷ്കിൽ. അത് പ്രശ്നമാണത്. അപ്പോൾ അപ്പോൾ അവിടെ ആപ്റ്റായിട്ട് ഇതൊരു പ്രൊഡക്റ്റ്. ഇപ്പോൾ ഈ ഒരു ഫോണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്, നിങ്ങൾക്കൊരു കാറുണ്ട്, ഒരു i10 കാറുണ്ട്, ഹ്യുണ്ടായിൻ്റെ i10 കാർ, i20 കാറുണ്ട്. ഈ i20 കാറിൻ്റെ ഓണർ ആ i20 ഹ്യുണ്ടായി കമ്പനിയുടെ മുതലാളിയാണ്. അപ്പോൾ അവരെന്ത്, ഈ കാർ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഇതിൻ്റെ ഓയിൽ ഏതാണ് ഒഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു രൂപം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യും. 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ സർവീസ് ചെയ്യും. ഓരോ കൃത്യമായ സമയത്ത് നമ്മൾ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ വണ്ടി ഹെൽത്തി ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. പക്ഷെ മനുഷ്യന് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിന് ഒരു യൂസർ മാനുവൽ ഉണ്ട്. അതെന്താണ്? ഖുർആനും ഹദീസുമാകുന്നു. ആ യൂസർ മാനുവൽ മനസ്സിലാവാത്തവർക്ക് ഇജ്മാഉം ഖിയാസൊക്കെ ഉണ്ട്, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അതിന് വേറെയുണ്ട്. അത് അതിൻ്റെ എന്താണ് വിശദീകരണങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതനുസരിച്ചിട്ട് ലൈഫ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറെ കാലം ജീവിക്കാൻ പറ്റും. ഉള്ള കാലത്ത് നമ്മൾ മർമ്മപ്രധാനം കുറെ ജീവിക്കുക എന്നുള്ളതല്ല. അള്ളാഹു നമുക്ക് ആഫിയത്തും ഇസ്സത്തുള്ള അള്ളാഹിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ദീർഘായുസ് നൽകട്ടെ. ഇതിൽ പ്രധാനം എന്താണെന്നറിയോ? ഇബാദത്തെടുക്കാനുള്ള ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതാണ് പ്രധാനം. എല്ലാവരും ദ്വാരക്കേണ്ട ദ്വാരാണിത്. പടച്ചവനെ, എൻ്റെ ഈ ജീവിതത്തിലെ അവസാനത്തെ നിമിഷം വരെയും നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അതെല്ലാവരും ദ്വാരക്കേണ്ട വിഷയമാണ്. അതിനെന്ത് ചെയ്യണമെങ്കിൽ ഇതിന് ഓവർ പണി കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസം കഴിച്ചിരുന്നു, ഹദീസിലുണ്ട്. നമ്മൾ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എത്ര ഇൻ ബിറ്റ്വീനാണ് കഴിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് മാംസം കഴിച്ചിട്ടില്ല. ഇന്ന് മാംസം കഴിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്, അത് നമ്മൾ കണ്ടിട്ടില്ല. മാംസം കഴിച്ചു എന്നുള്ളത് മാത്രം കണ്ടിട്ട് എന്നും മാംസം കഴിക്കന്നെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉസ്താദുമാരെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ, തങ്ങന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിന്റെ ഒരു സമ്പത്താണ്. ഉസ്താദുമാർ ചില നാട്ടിലൊക്കെ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, ചെലവ് വീട്ടിലായിരിക്കും, ഓരോ വീട്ടിലായിരിക്കും.
അപ്പം നിങ്ങൾ എല്ലാ വീട്ടുകാർക്ക് ഉസ്താദിന് ഒരു ദിവസം ചെലവിന് കിട്ടുക. ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിലും ഉസ്താദ് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ചില ഉസ്താദിന് ഒരു ദിവസം കിട്ടുക, മാസത്തിൽ ഒരിക്കൽ കിട്ടുക. അത് ഇവർ ചിക്കൻ എല്ലാ സാധനം കൊടുത്തിട്ട് ഉസ്താദ് ഒരു ഉണ്ടാക്കിയതല്ലെന്ന് വിചാരിച്ചാൽ ഉസ്താദ് ഒന്നും പറയാതെ കഴിച്ചിട്ടുണ്ടാവും. പിറ്റേതും ചിക്കൻ തന്നെ, അതിൻ്റെ പിറ്റേതും ചിക്കൻ തന്നെ. ഉസ്താദിന്റെ ആരോഗ്യം നോക്കണ്ടേ? ഇത് നിസ്സാരമായ കാര്യമല്ല. ഈ അടുത്തൊരു പഠനത്തിൽ ഈ കേരളത്തിൽ കാർഡിയാക് അസോസിയേഷന്റെ ഡോക്ടർമാരുടെ ഒരു സമ്മേളനത്തിൽ അവർ പറഞ്ഞെന്താണെന്നറിയോ? അടുത്ത ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ കേരളത്തിൽ ഇപ്പോഴുള്ളതിന്റെ 50% കാർഡിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗമുള്ള ആളുകൾ വർദ്ധിക്കും. പ്രായം എത്ര പറഞ്ഞെന്നറിയോ? 18ന്റെയും 45ന്റെയും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളിലായിരിക്കും ഈ 50% കൂടുതൽ ഉണ്ടാവുക എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മാംസത്തോടുള്ള വല്ലാത്ത താല്പര്യമാണ് എന്ന് അവർ പ്രമേയത്തിൽ അവർ പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? മാംസത്തിന് ഒരു ലഹരി ഉണ്ട്, ആ ലഹരി മുസ്ലിമായ ഒരു മനുഷ്യനെ ബാധിക്കാൻ പാടില്ല എന്നാണ്. ഒട്ടും മാംസം കഴിക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കഴിക്കണം, മൗലിദ്, നല്ല സദസ്, നല്ല കല്യാണം, പാവപ്പെട്ട ആൾക്കാരെ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ചോളൂ. അതൊരു ഷിഫായിന്റെ ഭക്ഷണമായിരിക്കും. പലരും സഹായിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന കുറേ കഴിക്കണം എന്നല്ല പറഞ്ഞത്. ഷിഫായിൻ്റെതാകുമ്പോൾ എന്നാൽ ഷിഫായിൻ്റെതല്ലേ കുറേ കഴിക്കുക, അങ്ങനല്ല. ഷിഫായിൻ്റെത് കുറച്ച് കഴിച്ചാൽ മതി, അപ്പോൾ തന്നെ ബർക്കത്ത് കൂടുതൽ ഉണ്ടാവുക ചെയ്യുക. മൗലിദിന്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് കുറേ കഴിക്കും ചില ആൾക്കാർ. ന്യായം ഓൻ്റെ വിശപ്പാണോ കഴിക്കുന്നത്? ന്യായം പറഞ്ഞത് ഷിഫായിൻ്റെതല്ല, നേരെ തിരിച്ചാണ്. ഷിഫായിൻ്റെതാണെങ്കിൽ ഇനി കഴിക്കുന്നതിന് പകുതി കഴിച്ചാൽ മതി, അപ്പോൾ തന്നെ ഫലം ഉണ്ടാവുക ചെയ്യുക. അപ്പോൾ ഒരു ഒന്നൊന്ന് കുറച്ച് സാവധാനം ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഈ പുതിയ കാലത്ത് ഈ പഞ്ചസാരയോടുള്ള ഒരു വല്ലാത്ത താല്പര്യം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞ് ഞാൻ എണ്ണി പറയുന്നില്ല. പഞ്ചസാര എന്ന് പറഞ്ഞാൽ വൈറ്റ് പോയിസൺ ആണ് എന്ന് അതിനെക്കുറിച്ച് പറയും. എന്താണ് പോയിസൺ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? വിഷം എന്നൊക്കെ പറയും. വെള്ള വിഷം, വൈറ്റ് പോയിസൺ. ശരിക്കും ഒരാളുടെ ഫാറ്റ്, അതുപോലെ തന്നെ ഒരാളുടെ കൊളസ്ട്രോള്. ഇപ്പോൾ ലിവറിനൊക്കെ വളരെ പെട്ടെന്ന് ഫാറ്റ് വരുന്ന കാലമാണ്. ഈ ലിവറിന് ഫാറ്റ് വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല. മറ്റ് രോഗങ്ങൾ പോലല്ല, അതിൻ്റെ സിംറ്റംസ് സർഫേസ് ലെവലിൽ വരില്ല, മനസ്സിലാക്കാൻ പ്രയാസമാണ്. 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് ഇത് അടിച്ചു പോയിട്ടാണ് പലപ്പോഴും അറിയാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ഭാഗമായി സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും ലിവർ സിറോസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, ഫാറ്റ് ലിവറാണ്, ഗ്രേഡ് 3 ആണ്, ഗ്രേഡ് 4 ആണ് എന്ന് പറയുക. അത് വലിയ വിഷയമാണ്. നമുക്ക് സിംറ്റംസ് ഇല്ല, അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ഫാറ്റ് ലിവർ, കൊളസ്ട്രോൾ, ഫാറ്റ്, ബോഡി ഫാറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബേൺ ചെയ്ത് ഇല്ലാതാക്കി കളയാൻ നിങ്ങൾ ശരിക്കും പരിശോധിക്കുക. ഒരു മാസം പഞ്ചസാര ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പഞ്ചസാര എന്നാൽ ചായ മാത്രമല്ല, ജ്യൂസ് മാത്രമല്ല, ബേക്കറിയിൽ വരുന്ന പഞ്ചസാര മാത്രം, എന്തിലൊക്കെ പഞ്ചസാര ഉണ്ടോ പഞ്ചസാരയുടെ കണ്ടന്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഒരു മാസം ജീവിച്ചു നോക്കി. ബോഡിക്ക് തന്നെ ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യും, കുറച്ച് തടിയൊക്കെ കുറയും. ബോഡിക്ക് ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും. പഞ്ചസാര ഒട്ടും ഉപയോഗിക്കേണ്ടതല്ല. ഞാൻ ചായ കുടിക്കാറുണ്ട്, പക്ഷെ എപ്പോഴും ചായ കുടിക്കില്ല. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടാൻ ചായ കുടിക്കാറില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കാറില്ല. പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ചായ കുടിക്കാറുണ്ട്. ഇന്ന് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ചായ കുടിച്ചിട്ടുണ്ട്. വല്ലപ്പോഴാണ് ചായ കുടിക്കുക. ഡെയിലി ഷെഡ്യൂളിൽ എനിക്ക് ചായ ഇല്ല, ഞാൻ കുടിക്കാറില്ല. ജ്യൂസ് വല്ലപ്പോഴും കുടിക്കും, അത് ഇടക്ക് കുടിക്കും വല്ലപ്പോഴും ഒക്കെ. ചില വീട്ടിൽ ചെന്നാൽ നമുക്ക് നോ പറയാൻ കഴിയില്ല. ആകെ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കേണ്ടാവുള്ളൂ. അത് ഇഷ്ടത്തോടെ തരുമ്പോൾ അത് വേണ്ടാന്ന് പച്ചവെള്ളം പറഞ്ഞ് തന്നാൽ മതി, അവർക്ക് ഇഷ്ടമാവില്ല. അന്നേരമൊക്കെ നമ്മൾ അവരെ ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ കുടിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ വരണം എൻ്റെ പ്രിയമുള്ളവർ. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, ഇപ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ചു, വയസ്സ് പറയണ്ടല്ലോ, എൻ്റെ വയസ്സ് പറയണ്ടല്ലോ, വേണ്ട, എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചോദിക്കൂ എത്ര പ്രായം, അപ്പോഴേ ചിന്തിക്കാൻ പറ്റുള്ളൂ. വയസ്സ് പറയണ്ട, ആൾക്കാർ പലതും കാൽക്കുലേറ്റ് ചെയ്യും. വയസ്സിൽ കാര്യമൊന്നുമില്ല കൂടെ. എനിക്ക് പേടിയാണ്. കാരണം എന്താ പറയുക, എനിക്ക് 37 വയസ്സായി. ഞാനിങ്ങനെ പേടിക്കുന്നൊരു വിഷയം എന്ന് വെച്ചാൽ 40 വയസ്സായാൽ എന്താ ചെയ്യാന്ന്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. 40 വയസ്സായാൽ മദീനക്കാരായ ആൾക്കാരുടെ ചരിത്രം, മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ ഉണ്ട്. മദീനക്ക് സാധാരണക്കാരുടെ ചരിത്രത്തിലൊക്കെ കാണാം. അവർ അള്ളാഹിനെ പേടിച്ചിട്ട് അള്ളാഹുവിൽ ലയിക്കാൻ വേണ്ടി പള്ളിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന, ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 40 വയസ്സാണ് കഴിഞ്ഞാൽ പിന്നെ ദുനിയവിയായ ചിന്തകൾ വളരെ കുറവായിരിക്കുന്നു. അപ്പോൾ ഞാൻ പടച്ചോനെ എന്നെ കൊണ്ട് അത് കഴിയുമോ വിചാരിച്ചിട്ട് ബേജാറ്. 37 കൊല്ലം കഴിഞ്ഞാൽ 40 എനിക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ചിന്തയിൽ മുഴുകി ജീവിക്കണ്ടേ. അതിൻ്റെ അടുത്ത പള്ളിയിൽ ഇങ്ങനെ പോയിരിക്കാന്നല്ല. നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതിലും ദിക്റുല്ലാഹി ഉണ്ട്, പാടത്തെ കൊത്തുകയാണെങ്കിൽ അതിലും ദിക്റുല്ലാഹി ഉണ്ട്. ആ ചിന്തയാണ് പ്രധാനം. അല്ലാതെ പള്ളിയിൽ ഇങ്ങനെ ഒരാൾ പള്ളിയിൽ മൂലം ഇരിക്കണം, അവരുടെ ചിന്ത മൊത്തം വേറെ ദിക്റുല്ലാഹി ആണെന്ന് പറയാൻ പറ്റില്ല. അത് എന്താണ്, പാടത്തിൻ്റെ ചിന്തയായിരിക്കും ആളെ മനസ്സിൽ, അല്ലെങ്കിൽ ബിസിനസിൻ്റെ പൈസൻ്റെ ചിന്തയായിരിക്കും. അപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ വിഷയം. ഈ മതഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയാറില്ലേ, എന്താണ് അതിൻ്റെ മാനദണ്ഡം? മതഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയാൻ അതിൻ്റെ മാനദണ്ഡം എന്താണ്? മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരാൾ
ഒരു ദർസിൽ പഠിക്കുന്നു. അയാളുടെ മനസ്സിലുള്ളത് വലുതായിക്കിട്ട് പ്രസംഗിച്ച് ആൾക്കാരുടെ നല്ല ആളാവണം, നല്ല പൈസ ഉണ്ടാക്കണം. അത് മതവിദ്യാഭ്യാസമാണോ ഭൗതിക വിദ്യാഭ്യാസമാണോ? പറ. അത് ഭൗതിക വിദ്യാഭ്യാസമാണ്. അതേസമയം ഒരാൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അയാളുടെ ലക്ഷ്യം എന്താണ്? ഇംഗ്ലീഷിൽ ഇസ്ലാമിനെ കുറേ തെറ്റിദ്ധരിപ്പിക്കുന്ന പുസ്തകങ്ങൾ അതിനൊക്കെ മറുപടി എഴുതണം. മുത്തറസൂലുള്ളാഹിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ട് ഇംഗ്ലീഷ് നാട്ടുകാർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ഈ ചിന്തയിലാണ് ഇയാൾ PG കോളേജിൽ പോകുന്നത്. അതെന്ത് വിദ്യാഭ്യാസമാണ്? അത് മതവിദ്യാഭ്യാസമാണ്. അപ്പോൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ മാനദണ്ഡം, അയാളുടെ ചിന്ത എന്താണ് എന്നതാണ് ഇതിൻ്റെ മാനദണ്ഡം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ജീവിതത്തിൽ ഈ ഒരു തരത്തിൽ കുറച്ച് മാറ്റങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ പഞ്ചസാര പ്രേമം ഒന്ന് കുറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വല്ല ഓവറായിട്ട് അതിനെക്കുറിച്ച് പേടിക്കണം എന്നല്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സ്ട്രെസ്സിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. നിങ്ങൾ പേടിച്ചിട്ട് സ്ട്രെസ് ചെയ്തിട്ട് സാധനം ടെസ്റ്റ് ചെയ്യാൻ പോയി നോക്കി, ആ ടെസ്റ്റിൽ പ്രശ്നം ഉണ്ടാവും. അതേപോലെ ഇനി ആവശ്യമില്ലാത്ത ടെസ്റ്റ് ചെയ്യാൻ പോവുകയും ചെയ്യരുത്. അത് ഭയങ്കര രസമാണത്. ചില ആൾക്കാരുണ്ട്, ഒരു കുറച്ച് പ്രായം കഴിഞ്ഞ് ഒരാൾ പറയും, എടാ നിനക്ക് എത്ര വയസ്സായി? 35. ഇനി ഷുഗറൊക്കെ ചെക്ക് ചെയ്യാൻ ഇല്ല, പെട്ടെന്ന് ചെക്ക് ചെയ്തില്ല, പ്രശ്നം. ഓന് ചെക്ക് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ അയാൾ രോഗിയായിരിക്കും. ആവശ്യമില്ലാതെ കൃത്യമായ യോഗ്യതയുള്ള ഡോക്ടർമാർ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയാതെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകരുത്. കാരണം എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് കൊടുക്കണ്ടാവും. കുറച്ചൊരു മനക്കരുത്ത് കുറഞ്ഞ ഒരാളാണെങ്കിൽ അതോടുകൂടെ ഓവറായിട്ട് അങ്ങോട്ട് സൈഡാവും. ഈ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ മനസ്സിന് വലിയ പങ്കുണ്ട്. ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ. നമുക്കത് അറിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെയൊക്കെ ഒരു പൊതുവെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്ത എന്താണെന്നറിയോ? ഇപ്പോൾ ഒരാൾ പറയാണ്, ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി, അപ്പോൾ കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ട്, 55 വയസ്സ്. അപ്പോൾ വലത് കാലിന് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താണ് വേദന ഒക്കെ ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഇയാൾ വീരാനാജി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, അത് പ്രായം കൊണ്ടാണ്. അപ്പോൾ വീരാനാജി പറഞ്ഞു, എന്താ ഡോക്ടർ നിങ്ങൾ തമാശ പറയുന്നത്? പ്രായം കൊണ്ടാണെങ്കിലും ഇടത്തെ കാലിന് വരണ്ടേ? അതിന് 55 വയസ്സാണ്. അപ്പോൾ രണ്ട് കാലിന് 55 വയസ്സാണ്, വലത്തെ കാലിന് മാത്രം അങ്ങനെ വന്നതെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു ഹൈദർ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഹൈദർ കൂടെ ഉണ്ടായി ഡോക്ടറോട്. ആ പ്രായം കൊണ്ടാണെങ്കിൽ ഡോക്ടർ എനിക്ക് വന്നിട്ടില്ലല്ലോ. എന്നിട്ട് ഹൈദർ സങ്കടത്തോടെ ചോദിക്കണം, അല്ല ഡോക്ടറെ, എനിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? വേദന ഒന്നും വരാത്തത് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണോ? അതായത് പ്രായമായാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ നല്ല മനസ്സിലാക്കണം, പ്രായമായാൽ രോഗം വരും എന്ന് ആര് പഠിപ്പിച്ചതാണ്? അങ്ങനെ വരേണ്ടതില്ല. ഇപ്പം ചില ആളുകളൊക്കെ ചില പ്രയോഗത്തിൽ, എടാ കല്യാണം വേഗം കഴിച്ചോ, എന്തേ പ്രായമായിട്ട് കിടക്കുന്ന സമയത്ത് കൈ പിടിക്കാൻ ഒരാൾ വേണ്ടേന്നാ ചോദ്യം. ആ ഒരു കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. ശരിക്കും എന്താ പറയണത്? എടാ വേഗം കല്യാണം കഴിച്ചോ, എന്തേ? എടാ പ്രായമായിട്ട് മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോൾ കൂടെ വരാൻ ഒരാൾ വേണ്ടേ? അതാണ് പറയേണ്ടത്, കൈ പിടിക്കാനല്ല. പ്രായമായിട്ട് മക്കത്തും മദീനത്തും പോകും, ഈജിപ്തിൽ പോകും, പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോകും, അലക്സാണ്ട്രിയയിൽ ഇമാം ബൂസൂരി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോകും, അതുപോലെ തന്നെ ഇമാം ഷാദുലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോകും, ഇറാഖിൽ ബഗ്ദാദ് ഷരീഫിൽ പോകും, ഉമ്മു ഉബൈദയിലേക്ക് അവിടുത്തെ മാസമാണ്, ഇഫായ് ചെറുതിൻ്റെ മാസമാണിത്. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹമ്മദുൽ കബീർ എന്ന് ചൊന്നവർ, ആ മാസമാണിത്. അപ്പോൾ അവിടെയൊക്കെ പോകണം. അതിന് എൻ്റെ കൂടെ വരാൻ ഒരാൾ വേണം, ഞാൻ ഹെൽത്തി ആയിരിക്കും എന്നുള്ള ചിന്തയാണ് വേണ്ടത്.